കർക്കിടക മാസത്തിലെ ഒരു പ്രധാന വിഭവമാണ് പത്തിലക്കറി. പത്തിലക്കറിക്ക് വേണ്ടി നമ്മൾ ഏതൊക്കെ ഇലകൾ എടുക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ആദ്യം കുമ്പളത്തിൻ്റെ ഇല, ഇളവൻ കുമ്പളത്തിൻ്റെ ഇലയാണ്. പിന്നെ ചേനയില, ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ചേനയില, പിന്നെ കൊടിത്തൂവ എന്ന് പറയും. ഇത് ചീരച്ചേമ്പിൻ്റെ ഇലയാണേ. ചിലവർ താളിൻ്റെ ഇല എടുക്കും, ഞാൻ ചീരച്ചേമ്പ് എടുത്തത്. പിന്നെ തകരയെല്ലാം 2 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. ഇത് സാമ്പാർ ചീരയെല്ലാം മറ്റു ചീര കിട്ടാത്തതുകൊണ്ട് എടുത്തത്. ഇത് ചേമ്പിൻ താളിൻ്റെ ഇല, പിന്നെ പൊന്നാങ്കണ്ണി ചീര, പിന്നെ നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല, പിന്നെ തഴുതാമ കുറച്ച് കിട്ടിപ്പോയായിരുന്നു. പിന്നെ ഈ ചുവന്ന ചീരയില്ലേ, കാട്ടുചീര, അതാണ് എടുത്തത്. മത്തൻ്റെയും പയറിൻ്റെയും ഒക്കെ ഇല വേണമായിരുന്നു, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തൽക്കാലം കിട്ടുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കൊടുവത്തിൻ്റെ ചൊറിച്ചിൽ മാറ്റാനുള്ള പ്രധാന മാർഗ്ഗം ഇത്. ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചാൽ അതിൻ്റെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. കർക്കിടക മാസത്തിൽ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണം. നമ്മുടെ ദേഹരക്ഷയൊക്കെ ചെയ്യുന്നൊരു മാസമാണ്. ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കുക, മരുന്ന് കഴിക്കുക, തേച്ച് കുളിയും പിഴിച്ചതും അങ്ങനെ ദേഹരക്ഷയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നൊരു മാസമാണ്. ഇലക്കറികളൊക്കെ ഇഷ്ടം പോലെ കഴിക്കണം. ആരൊക്കെ ഇങ്ങനെ പത്തിലക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടെന്നൊന്ന് കമൻറ്റ്